മക്കളെ വെൽക്കം ടു സൈലം ലേണിംഗ് അനിറ്റമിസ് ആണ്. സോ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്നും ഒക്കെ മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിത് വന്നിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ EVSലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ EVSലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈസിനെ പറ്റി പഠിക്കുന്നില്ലേ, ബട്ടർഫ്ലൈസിന്റെ ലൈഫ് സൈക്കിൾ, അതായത് ജീവിതചക്രമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ മിസ്സാണ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഫിഗർ തന്നെയാണ്. ഇവിടെ വരുന്നതും ഇവിടെ വരുന്നതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്കറിയാം, ദാ നമ്മുടെ പൂമ്പാറ്റ മുട്ടയിടുന്നുണ്ട്. മുട്ട വിരിഞ്ഞിട്ട് ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? ഈ പറയുന്ന മാതൃജീവിനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന പൂമ്പാറ്റനെ പോലെയുള്ള ആളാണോ? അല്ല, നേരെ മറിച്ച് അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത പുഴുക്കളാണ് ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ ലാർവ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് പിന്നീട് പ്യൂപ്പ സ്റ്റേജിലൂടെ മാറിയിട്ടാണ് നമ്മൾ കാണുന്ന, അതായത് അതിൻ്റെ ആ ഒരു മാതൃജീവിയായിട്ടുള്ള ബട്ടർഫ്ലൈനോട് സാമ്യമുള്ള ഒരു രൂപമായിട്ട് നമുക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ബട്ടർഫ്ലൈസിന്റെ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? എഗ്, അതായത് മുട്ട. ഇവിടെ നമ്മൾ ലാർവ, പിന്നെ പ്യൂപ്പ, പിന്നെയാണ് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ പൂമ്പാറ്റയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും വരുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതാണ്? നമ്മുടെ എഗ് സ്റ്റേജ്, അതായത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് അതിലെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ പൂമ്പാറ്റയ്ക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പൂമ്പാറ്റ മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് വരുന്നതും പുഴു പിന്നീട് പ്യൂപ്പ സ്റ്റേജിലൂടെ മാറി വീണ്ടും പൂമ്പാറ്റയായിട്ട് മാറുന്നതൊക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, ഓരോ സ്റ്റേജിലും പ്രത്യേകമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഏതാ നോക്കുന്നതെന്ന് പറഞ്ഞത് മുട്ട, അതായത് എഗ്. സാധാരണയായിട്ട് ഇലയുടെ അടിയിലാണ് ശലഭങ്ങൾ മുട്ടയിടുന്നത്. പശിമയാർന്ന ശരീരദ്രാവകം കൊണ്ട് ഇവ ഇലയിൽ ഒട്ടിച്ചു വെക്കുന്നു. 6 ദിവസങ്ങൾക്കുള്ളിൽ മുട്ടകൾ വിരിയും. ബട്ടർഫ്ലൈസ് യൂഷ്വലി ലേ their eggs on the underside of the leaves. They stick to the leaf with sticky body fluid. The eggs will hatch within 6 days. അതായത് സാധാരണ ഇലകളുടെ അടിഭാഗത്താണ് ഈ പറയുന്ന രീതിയിലുള്ള മുട്ടകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചു കാണൂല. ഇനി അടുത്തതാണ് ലാർവ സ്റ്റേജ്. മുട്ടകളിൽ നിന്ന് ലാർവകൾ പുറത്തു വരികയും ചുറ്റുമുള്ള സസ്യപദാർത്ഥങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്കകം ലാർവ വളർന്ന് വലുതാകുന്നു. അതായത് മുട്ട വിരിഞ്ഞ് വരുന്ന ആളാണ് നമ്മുടെ ലാർവ സ്റ്റേജിലുള്ള പുഴുക്കൾ എന്ന് പറയുന്നത്. ലാർവ എമേർജ് ഫ്രം ദി എഗ്സ് ആൻഡ് സ്റ്റാർട്ട് ഈറ്റിംഗ് ദ സറൗണ്ടിങ് പ്ലാന്റ് മെറ്റീരിയൽ. വിത്തിൻ ഡേയ്സ് ലാർവ ഗ്രോസ് അപ്പ്. ഓക്കെ, പിന്നീട് ഈ പറയുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ലാർവ വലുതാവുന്നത്. ഇനി അടുത്ത സ്റ്റേജ് ഏതാണ്? പ്യൂപ്പ സ്റ്റേജ് ആണ്. ഈ ചിത്രങ്ങളൊക്കെ നോക്കുക കേട്ടോ. 15 ദിവസങ്ങൾക്കകം ലാർവകൾ പരമാവധി വളർച്ചയിലെത്തും. അപ്പൊ ഭക്ഷണം നിർത്തി സ്വയം നിർമ്മിച്ച ഒരു ആവരണത്തിൽ സമാധിയിരിക്കും. ഇതാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. ലാർവ റീച്ച് മാക്സിമം ഗ്രോത്ത് വിത്തിൻ 15 days. ഇറ്റ് ദെൻ സ്റ്റോപ്പ് ഈറ്റിംഗ് ആൻഡ് റെസ്റ്റ് ഇൻ എ സെൽഫ് മെയ്ഡ് കവറിംഗ്. ദിസ് ഈസ് എ പ്യൂപ്പ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പുഴുക്കൾ എന്ത് ചെയ്യും? പിന്നെ സമാധിയിലിരിക്കും. അവർ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു കൂടാരം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ അവർ ഇരിക്കും. അതാണ് പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനിയാണ് ലാസ്റ്റ് നമ്മുടെ ബട്ടർഫ്ലൈസ്, അതായത് ചിത്രശലഭം. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്യൂപ്പ പൂർണ്ണ വളർച്ചയിലെത്തി കൂട് പൊട്ടിച്ച് ശലഭമായിട്ട് പുറത്തു വരും. ചുരുണ്ട ചിറകുകൾ ഏതാനും മിനിറ്റുകൾക്കകം പറക്കാൻ സജ്ജമാകും. 3-4 ആഴ്ചകൾ മാത്രമാണ് ചിത്രശലഭങ്ങളുടെ ജീവിതകാലം. The pupa is fully grown within 2 weeks and the nest breaks and came out as a butterfly. Curly, the wings are ready to fly in few minutes. Only 3 or 4 week lifespan of a common butterfly. അപ്പോൾ ഈ ഫിഗർ ഒക്കെ ഒന്ന് മക്കൾ നോക്കിക്കേ. ഇവിടെ ഇതാ നമുക്ക് ഈ മുകളിൽ നമുക്ക് പ്യൂപ്പ സ്റ്റേജ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ നിന്നും നമ്മുടെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈസിന്റെ ലൈഫ് സൈക്കിൾ, അതിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഇതുപോലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണുക, എല്ലാ ലൈവ് ക്ലാസ്സുകളും കാണുക. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും all the very best and thank you so much. Bye bye.